Assalamu Alaikum. Hello dear students. So in the last class we have discussed about velocity. So what is velocity? Velocity is the change in displacement by time, or we can simply say that velocity is equal to displacement by time. Okay. And velocity is what? Velocity is a vector quantity or a scalar quantity? Velocity എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ട് ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾസോ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ആൻഡ് നമുക്ക് ഞാൻ പറഞ്ഞു വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേറൊരു രീതിയിലും അതിൻ്റെ ഡെഫിനിഷൻ പറയാം. എന്തായിരുന്നു വെലോസിറ്റിയുടെ വേറൊരു ഡെഫിനിഷൻ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ. ആ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയും നമുക്ക് എന്തെന്ന് പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം ആണെന്തെന്ന് പറയുന്നത് വെലോസിറ്റി. അങ്ങനെയും നമുക്ക് വേറൊരു ഡെഫിനിഷനും പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് from initial position to the final position, and it is a straight line distance. Displacement എന്ന് പറയുമ്പോൾ ഒരു straight line distance ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടോട്ടൽ പാത്ത് ട്രാവൽഡ്, എത്രയാണോ ട്രാവൽ ചെയ്ത പാത്ത് അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ത്രൂ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ആൻഡ് വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഓർ സിംപ്ലി വി ക്യാൻ സേ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ടൈമിൻ്റെത് സെക്കൻഡ്. സോ വി ക്യാൻ റൈറ്റ് ദ യൂണിറ്റ് ആസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് വെലോസിറ്റി. പിന്നെ കിലോമീറ്ററിൻ്റെ കേസിലെടുക്കുമ്പം കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെ, ഇപ്പം നമുക്ക് സിംപ്ലി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ എന്താണ് അതിൻ്റെ സിമ്പിൾ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി കിലോമീറ്ററിലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, സോ പിന്നീട് നമ്മൾ സ്പീഡ് എന്താണെന്നും ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ സ്പീഡിൻ്റെയും യൂണിറ്റ് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നതും എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണേ. സ്പീഡ് എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ അതിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് എന്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്? സ്പീഡിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. സോ സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് എന്ന് പറയുന്നത് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ബട്ട് വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഡയറക്ഷനും അതുപോലെ തന്നെ എന്താണ് മാഗ്നിറ്റ്യൂഡും പറയുന്ന ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വെലോസിറ്റിയിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറയും. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് എന്താണ്? യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, യൂണിഫോം സ്പീഡ് എന്താണ്? നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്തായിരിക്കും യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ് എന്നുള്ളത്. ഇപ്പം യൂണിഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരുപോലെ വരുന്നതായിരിക്കും. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ സ്പീഡിൽ വേരിയേഷൻ ചേഞ്ച് ഉണ്ടാവുന്നതായിരിക്കും നോൺ യൂണിഫോം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ we can check an example. Okay, so നമ്മളിവിടെ observe the figure showing the distance traveled by a car during different time intervals. ഒരു കാറ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവൽസിൽ ട്രാവൽ ചെയ്തേക്കുന്നതിൻ്റെ ഒരു പിക്ചർ പോലെയാണ് മിസ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പിക്ചർ. എ, ബി, സി, ഡി, ഇ. നമുക്ക് എത്ര പോയിൻറ്റ്സ് വേണമെങ്കിലും വരയ്ക്കാം. ഇ, ദെൻ എഫ്. അപ്പം അതിൻ്റെ മെഷേഴ്സ് തന്നേക്കുന്ന മെഷേഴ്സ്, ദ ഗിവൺ മെഷേഴ്സ് ആർ ഇത് 0 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, 2 സെക്കൻഡ്, ദെൻ 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ സ്പീഡ് എന്താണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0, 20 മീറ്റർ, ദെൻ 40 മീറ്റർ, 60 meter,
80 meter, then 100 meter. So like this. ഇതെന്ന് പറയുന്ന ഒരു കാറ് ട്രാവൽ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഡിസ്റ്റൻസ്, അതിൻ്റെ ആ ഒരു ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഡിസ്റ്റൻസ് ചെയ്തേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഇതാണ് തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ പേജ് നമ്പർ 81. യു ക്യാൻ സീ ദിസ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് ഫസ്റ്റ് അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് എവിടെ നിന്നാണ് നമുക്ക് കുറച്ച് എ ടു ബിയിലേക്ക് നമുക്ക് നോക്കാം. ദെൻ എന്താണ് അതിൻ്റെ എത്ര മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽഡ് എവിടെ എന്ന് പറയുന്നത് എത്ര മീറ്റർ, എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് എത്ര മീറ്റർ ആണ്, 20 മീറ്റർ. എയിൽ നിന്ന് ബിയിലേക്ക് 20 മീറ്റർ. എത്ര ടൈം എടുത്തു, ടൈം എങ്ങനെയാണ്, ടൈം എയിൽ നിന്ന് ബിയിലേക്ക് എത്ര, 0 - 2, ദറ്റ് ഈസ് 2 സെക്കൻഡ്. ഓക്കെ, ദെൻ ബി ടു സി, ബിയിൽ നിന്ന് സിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക് എത്രയാണ്, 40 മീറ്റർ. ഫ്രം ബി ടു സി ഇറ്റ് ഈസ്, ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ്, ബിയിൽ നിന്നും സിയിലേക്ക് 40 - 20 നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 40യിൽ നിന്ന് 20 മൈനസ് ചെയ്തു. അത് അപ്പോൾ എത്രയാണ്, 20 മീറ്റർ. അപ്പം ടൈം എത്ര തന്നെയാണ്, 4 - 2, ദാറ്റ് ഈസ് 2 സെക്കൻഡ് അല്ലേ. ദെൻ സി ടു ഡി, സിയിൽ നിന്ന് ഡിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് എത്രയാണെന്നുള്ളതാണ്. അപ്പം സിയിൽ നിന്ന് ഡിയിലേക്ക് നോക്കുക, 60 - 40, തിരിച്ച് മൈനസ് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത്, 60 - 40 അതായത് 20 മീറ്റർ. അതുപോലെ തന്നെ 6 - 4 2 സെക്കൻഡ് അല്ലേ. പിന്നെ നമ്മൾ ഡി ടു ഇ നോക്കിയാൽ അതുപോലെ തന്നെ വരും. ഡി ടു ഇ 80 - 60, 80യിൽ നിന്ന് 60 ഡിഫറൻസ് എടുക്കുക, അപ്പോൾ 20 തന്നെ വരും. ടൈം 8 - 6 2 തന്നെ വരും. ഇവിടെ അതുപോലെ 100 - 80, ഇ ടു എഫിൽ 100 - 80, അപ്പോൾ എത്രയാണ്, -20 തന്നെ വരും. 10 - 8 2 സെക്കൻഡ്, ടൈമും അതുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മളിതിൻ്റെ എന്തെടുക്കുന്നു, നമ്മൾ സ്പീഡ് നോക്കുമ്പോൾ സ്പീഡിൻ്റെ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എത്രയാണ്, 20 ടൈം 2, ദാറ്റ് ഈസ് 10. 10 എന്താണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദ സ്പീഡ്, 10. ഇവിടെ അതുപോലെ ഡിസ്റ്റൻസ് 20 ടൈം 2, 20/2 10. ഇപ്പോൾ എല്ലായിടത്തും എങ്ങനെ തന്നെയാണ് വരുന്നത്, 10 തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സ്പീഡ്. ഓക്കെ, അപ്പോൾ യൂണിഫോം സ്പീഡിൻ്റെ എങ്ങനെ നമുക്ക് പറയാം, നോൺ യൂണിഫോം സ്പീഡ് ആകുമ്പം എങ്ങനെയായിരിക്കും, നോൺ യൂണിഫോം സ്പീഡ് ആകുമ്പം ഇപ്പം നമ്മളിവിടെ കറക്റ്റ് എന്താണ്, എല്ലാം 20 ആണ്, ഇവിടെ ടി എല്ലാം 2 തന്നെയാണ്. ഇവിടെ സ്പീഡ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എല്ലാം 10 തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡിൻ്റെ കേസിലെന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ 20 ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇപ്പോൾ ചിലപ്പം 80 ആയിരിക്കും അല്ലേ, ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കും 100 ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്താണ് 130 ആയിരിക്കും. അങ്ങനെ അതിലൊക്കെ ഡിസ്റ്റൻസ് വരും, ടൈമിൽ എന്തുണ്ടാവും, അതിൻ്റെ വേരിയേഷൻസ് കാണും. അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് വ്യക്തമായല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതിന്. ഇപ്പം നമ്മൾ പറയുന്നു ഇപ്പം നമ്മൾ 10 മണി തൊട്ട് 11 മണി വരെ, അപ്പം നമ്മൾ ടൈമും എല്ലാം കറക്റ്റാണെന്ന് പറയില്ലേ, 10 മണി തൊട്ട് 11 മണി വരെ എന്ത് ചെയ്യുന്നു, ഒരു 1 അവർ എടുക്കുന്നു. പക്ഷേ 11 മണി തൊട്ട് പിന്നെന്താണ്, അപ്പോൾ ആ ഒരു ടൈമിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ കൃത്യം ഇപ്പോൾ ഇതുപോലെ തന്നെ വരണം. യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, 20 40 അതിൻ്റെ ആ ഒരു ഡിഫറൻസ് 20 തന്നെ വരണം. മനസ്സിലായി. അപ്പം വേറൊരു രീതിയിൽ വന്നാൽ നമ്മളത് യൂണിഫോം സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഒരുപോലുള്ള എന്ത് വരണം, മെഷേഴ്സ് വരണം, എങ്കിലേ അത് യൂണിഫോം ആവൂ. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ ഇവിടെ 20 വന്നാൽ ചിലപ്പോൾ ഇവിടെ എത്രയായിരിക്കും, 60 ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ 100 ആയിരിക്കും. അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസിലും ടൈമിലും ഒക്കെ എന്ത് ചെയ്യുന്നു, വേരിയേഷൻസ് വരുന്നു. അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇഫ് എ ബോഡി മോഷൻ കവേഴ്സ്, നമുക്കിവിടെ തന്നെ ചെക്ക് ചെയ്യാം. ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ്, ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, 20 20 20 അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇവിടെ നോക്കേ, ടൈമും എന്ത് തന്നെയാണ്, ഈക്വൽ തന്നെയാണ്. ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ദ ബോഡി ഈസ് ടു ഹാവ് യൂണിഫോം മോഷൻ. അപ്പം ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ടൈം ആണ് അല്ലേ.
സ്പീഡും നോക്കേ ഒരുപോലാണ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ചിലപ്പം ഈക്വൽ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പം നമ്മൾ എന്താണ് ടൈം എടുക്കുമ്പോൾ 2 സെക്കൻഡ് തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് വേരി ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ 60 ആയിരിക്കും. അങ്ങനെ ടൈം ഇൻ്റർവലിൽ യൂണിഫോം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് ക്ലിയർ ആയല്ലോ. സോ വാട്ട് ഈസ് യൂണിഫോം സ്പീഡ്? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് അറ്റ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി യൂണിഫോം സ്പീഡ്. അപ്പം നോൺ യൂണിഫോം സ്പീഡ് എന്തായിരിക്കും? നോൺ യൂണിഫോം എന്ന് പറയുമ്പം ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആയിരിക്കും ചിലപ്പം, പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, പിന്നെ നമുക്ക് ആവറേജസ്, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. സ്പീഡ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന്. അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം ടേക്കൺ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ടൈമും അതിലും എന്ത് വേണം? നമുക്ക് ആവറേജ് സ്പീഡ് കാണുമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവറേജ് സ്പീഡും കാണാൻ പറ്റുള്ളൂ. പിന്നീട് യൂണിഫോം വെലോസിറ്റി എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് യൂണിഫോം സ്പീഡ് എന്താണ്, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് ഉള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളിപ്പം ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തും ചേഞ്ച് ചെയ്യും? അതിൻ്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും അല്ലേ? നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ എന്തൊക്കെ തുല്യമായിരിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് തുല്യമായിരിക്കണം, ടൈം തുല്യമായിരിക്കണം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ടൈം, അതുപോലെ തന്നെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. അതിൻ്റെ പോകുന്ന ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് പറയത്തുള്ളൂ നമ്മളത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. So what is uniform velocity? If a body covers equal displacement in equal direction and the equal intervals of time. Same direction, equal direction alla, same direction, equal interval of time. ഒരു ബോഡി എന്ത് ചെയ്യുന്നു? ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? സെയിം ഡയറക്ഷനിൽ സെയിം അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി. നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ അതിൻ്റെ വെലോസിറ്റി ഇസ് വാട്ട്? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കണം, ടൈമും സെയിം ആയിരിക്കണം. ഇനി ഈക്വൽ ഡയറക്ഷനും ആണെങ്കിൽ എന്ത് പറയാം നമുക്കത്? ഈ യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൽ ചേഞ്ച് വരും അല്ലേ? അതായത് ഇഫ് എയ്തർ സ്പീഡ് ഓർ ദ ഡയറക്ഷൻ ചേഞ്ചസ്, സ്പീഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്താണ്? ദ വെലോസിറ്റി ഇസ് നോൺ യൂണിഫോം. അല്ല സ്പീഡോ ഡയറക്ഷൻ, ഇഫ് എനി വേരിയേഷൻ ഇൻ ദ സ്പീഡ് ഓർ ഡയറക്ഷൻ then it is said to be നോൺ യൂണിഫോം വെലോസിറ്റി. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരുപോലെ പോകുന്ന ഒരേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? അത് ട്രാവൽ ചെയ്യുന്നു. അതായത് നമുക്ക് എക്സാമ്പിൾ വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ വാക്കത്തിലൂടെ പോകുന്ന ലൈറ്റ്. എക്സാമിന് ചോദിക്കും. അപ്പോൾ എന്താണ് വാക്കത്തിലൂടെ പോകുന്ന ഒരു ശൂന്യതയിലൂടെ പോകുന്ന എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല, അത് ഈക്വൽ ആയിട്ടാണ് അല്ലേ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ടൈമും സെയിം ഡയറക്ഷനും ഒക്കെയാണ്. അപ്പോൾ അതെന്തെന്ന് പറയാം? അതിന് യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അതുപോലെ തന്നെ ട്രാവൽ ഓഫ് എയ്റോപ്ലെയിൻ നമ്മൾ പോകത്തില്ലേ? എയ്റോപ്ലെയിനിൻ്റെ ഒക്കെ എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. നിങ്ങൾക്ക് വേറെയും ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാം. ദെൻ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ. അത് നോൺ യൂണിഫോം ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ സ്ലോലി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? സ്പീഡ് കൂടി വരും. സോ ഇറ്റ് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ അതെന്തെങ്കിലും എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ യൂണിഫോം വെലോസിറ്റി. അത് നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ കാർ മൂവിങ് ഇൻ എ സിറ്റിയിലൂടെ പോകുന്ന ഒരു കാർ എന്ന് വെച്ചപ്പോൾ എന്താണ്? അവിടെ ഒരുപാട് ട്രാഫിക് ജാം കാണും. അപ്പോൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണോ അത് പോകുന്നത്? അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിലാണോ അത് ട്രാവൽ ചെയ്യുന്നത്? അല്ല, സിറ്റിയിലൂടെ പോകുന്ന ഒരു കാർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റിയാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്.
Then we are going to learn about the acceleration. എന്താണ് ആക്സിലറേഷൻ എന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ആക്സിലറേഷൻ എന്താണ് മിസ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ ആക്സിലറേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ടേബിൾ നോക്കുക, എന്നിട്ട് ആ ടേബിൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. So acceleration is the change in velocity. Acceleration is the change in velocity. Change in velocity by time. Change in acceleration എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ ത്വരണം എന്നാണ് പറയുന്നത്. Acceleration is the change in velocity by time. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പം നമുക്കതിന് ഇക്വേഷൻ ആയിട്ട് എഴുതാം v മൈനസ് യു ബൈ ടി. v മൈനസ് യു ബൈ ടി. ഓക്കെ, v മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. അപ്പം v എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ യു എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ ഡിസ്റ്റൻസ് ആണ്. v എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൈനലാണ്. സോ v മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പിന്നെ യു എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി. അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യുക. യു മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി. ആദ്യം എത്രയാണോ അതിൻ്റെ വെലോസിറ്റി അത് നോട്ട് ചെയ്യുക, ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഒരു പ്രോബ്ലം തരും, ആ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഇനിഷ്യൽ വെലോസിറ്റിയും തന്നേക്കും, ഫൈനൽ വെലോസിറ്റിയും തന്നേക്കും, ടൈമും തന്നേക്കും. ഓക്കെ, എന്നിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാമല്ലോ. സോ യു ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് വി ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ ഇനിഷ്യൽ, ഇപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. 0യിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി എത്ര എന്നുള്ളത് തന്നേക്കും. ഓക്കെ, സോ ഇനിഷ്യൽ യു ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് വി ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ t and v is the final velocity, u is the initial velocity. So we can say that equation also final velocity minus initial velocity by time. ഫൈനൽ വെലോസിറ്റീനെ ഇനിഷ്യൽ വെലോസിറ്റി കൊണ്ട് മൈനസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബൈ ടൈം. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്സിലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അവിടെ നമ്മൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും പറയാറുണ്ട്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്സിലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ആക്സിലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആൻഡ് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ, സോ ഇപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം എന്താണ് നമ്മൾ പിന്നെ വെലോസിറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആക്സിലറേഷൻ എന്ന് പറയുമ്പം എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ഓർ വി മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആൻഡ് ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഓൾസോ. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ആക്സിലറേഷന് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. അതായത് ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് താഴേക്ക് വീഴുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് അത് വീഴുന്ന സമയത്തുള്ള വെലോസിറ്റി അല്ല, അതിങ്ങ് വന്ന് താഴെ ഗ്രൗണ്ടിൽ ഫോൾ ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അവിടെ എന്തുണ്ട്? അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ദ സെക്കൻഡ് എക്സാമ്പിൾ, എ മൂവിങ് ബോൾ കമ്മിങ് ടു റെസ്റ്റ്. ഒരു ബാൾ മൂവ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? റെസ്റ്റിലേക്ക് പോകുന്നു. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ബാൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി അല്ലാതെ റെസ്റ്റിൽ വരുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. റെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അവിടെയും എന്തുണ്ട്? ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹില്ല്. ഒരു ഹില്ലിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ബോൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നു. അതിലും അവിടെ എന്തുണ്ട്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷനും ഉണ്ട്. ദെൻ അനദർ കോൺസെപ്റ്റ് ഈസ് റിട്ടാർഡേഷൻ. സോ ദ ലാസ്റ്റ് വൺ ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് കോൺസെപ്റ്റാണ് പറയുന്നത്. ദെൻ റിട്ടാർഡേഷൻ. ആക്സിലറേഷനും റിട്ടാർഡേഷനും. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടാർഡേഷൻ ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷനിൽ കുറവുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇഫ് ദ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്, അല്ലെങ്കിൽ കുറഞ്ഞു വരും, ആക്സിലറേഷൻ കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നെഗറ്റീവ് ആക്സിലറേഷൻ. സോ അല്ലെങ്കിൽ അതിനെ നമുക്ക് അതർവൈസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് റിട്ടാർഡേഷൻ. ഓക്കെ, നെഗറ്റീവ് ആക്സിലറേഷൻ.
നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. ദ നെഗറ്റീവ് ആക്സിലറേഷൻ ഇസ് കോൾഡ് റിട്ടാർഡേഷൻ. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ്, നമ്മൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. സോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ആക്സിലറേഷൻ്റെ യൂണിറ്റ്. അത് ഓർത്ത് വെച്ചേക്കുക. അത് തന്നെയാണ് എന്തിൻ്റെയും യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എന്താണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ അത് തന്നെയാണ് എന്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, റിട്ടാർഡേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ദെൻ നമ്മൾ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓൾസോ റിട്ടാർഡേഷൻ്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, റിട്ടാർഡേഷൻ്റെ എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾസ് നമുക്ക് ചെക്ക് ചെയ്യാം. എ ബോൾ മൂവിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ബോൾ എന്ത് ചെയ്യുന്നു, ഒരു ലെവലായിട്ടുള്ള ഗ്രൗണ്ടിൽ കൂടെ എന്ത് ചെയ്തു വരുന്നു, മൂവ് ചെയ്ത് വരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു അല്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു ലെവൽ ഗ്രൗണ്ടിലൂടെ എന്ത് ചെയ്യുന്നു, ബോൾ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ബാൾ ആദ്യം ഇത്തിരി സ്പീഡിൽ പോകും, പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞു വരുവാണെങ്കിൽ അതെന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, ദെൻ എ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ. ട്രെയിൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുവാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ എന്ത് ചെയ്യും, കൂടി അവിടെ ആക്സിലറേഷൻ എന്ത് ചെയ്യും, കൂടിയാണ് വരുന്നത് അല്ലേ. ദ തേർഡ് എക്സാമ്പിൾ, ദ മോഷൻ. അപ്പോൾ അതെന്താണ്, അവിടെ ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് വെലോസിറ്റി കുറഞ്ഞു വരുവല്ല ചെയ്യുന്നത്, വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്, ഈ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ എന്ന് പറയുമ്പം അവിടെ ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പതിയെ മൂവ് ചെയ്ത് വെലോസിറ്റി കൂടിയാണ് അവിടെ വരുന്നത്. ദ തേർഡ് എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് ആൻഡ് വെൻ ഇറ്റ് ഗോസ് ആൻഡ് കംസ് ഡൗൺ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് എറിയുന്നു, അത് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ അവിടെ രണ്ടും സംഭവിക്കുന്നുണ്ട്. അതായത് സ്റ്റോൺ മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ എന്ത് ചെയ്യും, അങ്ങ് ഇനിഷ്യൽ എന്താണ്, സ്റ്റോൺ ഒരു പൊസിഷനിലെത്തി, സ്റ്റോൺ അവിടെ നിന്ന് സ്റ്റോൺ ഒരു പൊസിഷനിലെത്തി കഴിയുമ്പോഴാണ് അത് താഴേക്ക് വീഴുന്നത്. അപ്പം ഈ സ്റ്റോൺ എന്ത് ചെയ്യുന്നു, സ്റ്റോൺ മുകളിലേക്ക് പോയിട്ട് ഒരു പൊസിഷനിൽ എത്തുന്നു, അത് താഴേക്ക് വീഴുന്നു. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്ത് വരുവാണ്, കുറഞ്ഞു വന്നിട്ടാണ് അവിടെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അത് നിൽക്കുന്നത്. പിന്നീട് അതെന്ത് ചെയ്യും, ആ വെലോസിറ്റി അതിൻ്റെ കൂടി താഴെ വന്ന് വീഴുവാണ്. അപ്പോൾ അവിടെ ആക്സിലറേഷൻ രണ്ടും ഉണ്ട്. കുറഞ്ഞു വരുമ്പോൾ അവിടെ അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, റിട്ടാർഡേഷനും, താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി കൂടി വരിക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആക്സിലറേഷനും ഉണ്ട്. അപ്പം ഒരു ബോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് എറിയുന്നത് പറയുവാണെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വന്നിട്ട് ഒരു പൊസിഷനിൽ എത്തിയിട്ട് അത് താഴേക്ക് വീഴുന്നു. അപ്പോൾ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അപ്പോൾ അവിടെ റിട്ടാർഡേഷനും, തിരിച്ച് താഴേക്ക് വീഴുമ്പം വെലോസിറ്റി കൂടിയാണ് വരുന്നത്, അവിടെ റിട്ടാർഡേഷനും. സോ ഇൻ ദിസ് ക്ലാസ്, അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് വി ലേൺഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഏതൊക്കെയായിരുന്നു, ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, ദെൻ വി ഹാവ് ലേൺഡ് അബൌട്ട് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഇത്രയും കോൺസെപ്റ്റുകൾ പഠിച്ചു. ഓക്കെ, സോ പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ റോഡിലൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ, സ്പീഡ് നമുക്കൊരു ത്രില്ലാണ്, പക്ഷെ അതെന്ത് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നു. അതുകൊണ്ട് സ്പീഡ് നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ വി റെഡ്യൂസ് ദ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്. ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക. ബെറ്റർ ലേറ്റ് ദാൻ നെവർ, നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എന്താ, മസ്റ്റായിട്ടും വിയർ ദ ഹെൽമെറ്റ് വൈൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹെൽമെറ്റ് മസ്റ്റായിട്ട് വിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കോൺസെപ്റ്റാണ് ഈ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ, ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ എന്നോട് ചോദിക്കുക. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.